മോഹൻ്റെ വരുമാനം ശ്യാമയേക്കാൾ 40% കൂടുതലാണെന്നുണ്ടെങ്കിൽ ശ്യാമയുടെ വരുമാനം മോഹനേക്കാൾ എത്ര ശതമാനം കുറവാണ്? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വേറെ രീതിക്കൊക്കെ ചോദിക്കാം. അപ്പം ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പേഴ്സൻറ്റേജിൻ്റെ ശതമാനത്തിൻ്റെ ഒരു ടൈപ്പ് 3 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൻ്റെ ഫ്രാക്ഷൻ, ഈ വാല്യൂൻ്റെ ഫ്രാക്ഷൻ ആണ് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 40%ൻ്റെ 2/5 ആണ്. പിന്നെ ഈ മോർ ദാൻ ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക, ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? മോർ ദാൻ ആണ്, പ്ലസ് ആണ്. ഇത് നമ്മളെന്താണ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതാണ്. അപ്പോൾ എന്താക്കുക, ആദ്യം തന്നെ ഈ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. പ്ലസ് ആയതുകൊണ്ട് 5ഉം 2ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് എന്താണ്? മോഹൻ്റെ ഇൻകം 40% ശ്യാമയേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ശ്യാമയുടെ ഇൻകം എത്രത്തോളം കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/7%. ഈ 2/7 എന്നുള്ളത് എത്രയാണ് വാല്യൂ എന്നുള്ളത് അറിയണം. അതിനാദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? 1/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 2/7 ആണ്. ഓക്കെ, അപ്പം ഇനി എന്താണ്? 14.28 ഇതാണ്. അതായത് 2/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ എത്രയാണ് വരിക? 28 4/7 ആയിരിക്കും. അതായത് 28 പോയിൻറ്റ് സംതിങ് ഒക്കെ ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. അപ്പോൾ അതായിരിക്കും ആൻസർ വരിക. ഒന്നുകിൽ 2/7 തന്നെ വരും, അല്ലാന്നുണ്ടെങ്കിൽ 28 4/7 എന്നൊക്കെ വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. സോ ബൈ.